നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂൺ 2, 3 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഞങ്ങൾ ഈ ദിനഫലങ്ങളിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂൺ 1 രാത്രി 9:36 PM മുതൽ ജൂൺ 4 രാവിലെ 7:35 AM വരെയുള്ള 2.25 ദിവസത്തിൻ്റെ കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ എല്ലാ ദിവസവും നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യമുണ്ട്. ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ദിവസങ്ങളിൽ ശനി നിൽക്കുന്നത് മിത്രരാശിയിലാണ്. ചൊവ്വ നീചരാശിയിൽ, ചന്ദ്രനും മിത്രരാശിയിലാണ്. പക്ഷേ വ്യാഴം നിൽക്കുന്നത് ശത്രുവിൻ്റെ സ്വക്ഷേത്രത്തിലാണ്. സൂര്യനും നിൽക്കുന്നത് ശത്രുവിൻ്റെ സ്വക്ഷേത്രത്തിലാണ്. ശുക്രൻ നിൽക്കുന്നത് ശത്രുവിൻ്റെ ഉച്ചരാശിയിലാണ്. അപ്പോൾ ഈ മിത്രരാശിയിലല്ലാതെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ പൂർണ്ണ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടില്ല. അതെല്ലാവരെയും ബാധിക്കുന്നതാണ്. നമുക്ക് ആദ്യം മേടം രാശി നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ശനി 7 ശനിയാണ്. ചൊവ്വ പ്രതികൂലമാണ്, അതും നീചരാശിയിൽ. അപ്പോൾ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, സുബ്രഹ്മണ്യന് പാലഭിഷേകം, ഭസ്മാഭിഷേകം ഒക്കെ വഴിപാട് നടത്തുക. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് 11-ാം ഭാവത്തിൽ അവസാനത്ത് നിൽക്കുകയാണ്. ശിഖി തീർച്ചയായിട്ടും 5-ാം ഭാവത്തിൽ അനുകൂലമാണ്. ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ ഈ സർപ്പത്തിൻ്റെ ഒരു അനുകൂല ഭാവം എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ രീതിയിലാണ് സർപ്പം ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതുമാത്രമല്ല, സർപ്പം ശനിയുടെ സ്വക്ഷേത്രമായ കുംഭത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയുടെ സ്വക്ഷേത്രപരമായ ശനിയുടെ സ്വഭാവമാണ് സർപ്പം പ്രകടിപ്പിക്കുക. ഇവർക്ക് പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാവും. പൂർവിക സ്വത്ത് ലഭിക്കാം. പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി വഴി ആദായം ലഭിക്കാം. അതൊക്കെ കൂടുതൽ കിട്ടുന്ന ഒരവസ്ഥയാണ്. എങ്കിലും ഈ ശനിയും ചൊവ്വയും പ്രതികൂലമായത് നമ്മൾ അനുകൂലമാക്കാൻ ഈ പറഞ്ഞ പോലെ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തിയാൽ ഇതൊക്കെ അനുഭവവേദ്യമാവും. പിന്നെ ശുക്രനും ബുധനും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് കലാസാഹിത്യ രംഗത്തും ഭൗതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. എങ്കിലും പൊതുവെ 4 ഗ്രഹങ്ങൾ അനുകൂലവും 2 ഗ്രഹങ്ങൾ, അതും പാപഗ്രഹങ്ങളായ ശനിയും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമേ ലഭിക്കുകയുള്ളൂ. ഇനി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക
അവസാന 3 പാദം. രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് 4 ഗ്രഹങ്ങളെ അനുകൂലമായിട്ടുള്ളൂ ഡയറക്റ്റായിട്ട്. എങ്കിലും അതൊക്കെ അതിശക്തങ്ങളായ ഗ്രഹങ്ങളാണ്. അപ്പോൾ പ്രതികൂലമായിട്ട് നിൽക്കുന്ന സൂര്യനും ബുധനും അതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാവും. അതായത് ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അതുമാത്രമല്ല, സൂര്യൻ പ്രതികൂലമായിട്ട് വരുമ്പോൾ തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവിടെ ശനി, വ്യാഴം, ചൊവ്വ, ശുക്രൻ ഈ 4 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഈ 4 ഗ്രഹങ്ങളുടെ അനുകൂല ഭാവം കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ശുക്രനും വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ പ്രധാനമായിട്ടും ഊഷ്മളമാവും. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഊഷ്മളമാവും. അതുവഴി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഉടനല്ലെങ്കിലും ഭാവിയിലെങ്കിലും അതിന് നേട്ടങ്ങളുണ്ടാകും. പുതിയ സുഹൃത്തുക്കളെയൊക്കെ കിട്ടും. അത് ഭാവിയിൽ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ബന്ധങ്ങളാണ് സൂചിപ്പിക്കപ്പെടുന്നത്. പിന്നെ തീർച്ചയായിട്ടും ധനവരവ്, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ചൊവ്വ ഇവിടെ അനുകൂലമാണ്. നീചരാശിയിലാണെങ്കിലും അനുകൂലമാണ്. അപ്പോൾ നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നിയമപരമായ പ്രശ്നങ്ങൾക്ക് സമാനമാണ്. അത് ഇവർക്ക് മറികടക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ചൊവ്വ, വ്യാഴം, ശനി ഇവ അനുകൂലമായതുകൊണ്ട് പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. സർവവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം. അതായത് ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഇവർക്കൊരു വിജയസാധ്യത നിലനിൽക്കുകയാണ്. എങ്കിലും ഇവർ സൂര്യൻ പ്രതികൂലമായതുകൊണ്ട് ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ഈ ദിവസങ്ങളിൽ ഇവർ ശിവക്ഷേത്രത്തിൽ പാർവതി സമേതനായ ശിവൻ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇടവൻ രാശിക്ക് പൊതുവെ ഗുണാധിക്യമുള്ള ദിവസമായിട്ട് ഞങ്ങൾ പ്രവചിക്കുന്നു. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിലും അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലവും 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ്. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാൻ പറ്റില്ല. കാരണം 4 ഗ്രഹങ്ങൾ, അതായത് ശനി, വ്യാഴം, സൂര്യൻ ഇവ പ്രതികൂലമാണ്. അപ്പോൾ അതുപോലെ തന്നെ ബുധനും പ്രതികൂലമാണ്. അപ്പോൾ ഇവർ ആഴ്ചയിൽ 7 ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക. അതിൽ പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടുകൾ നടത്തുക. വഴിപാട് നടത്തിയില്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയും മന്ത്രജപങ്ങൾ തുടരുകയും ചെയ്യുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവിടെ ഇവർക്ക് ചന്ദ്രനും ശുക്രനും അനുകൂലം, സർപ്പവും ശിഖിയും അനുകൂലം. അപ്പോൾ ഇവർക്ക് ഈ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും ഈ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ 4 ശക്തമായ 4 ഗ്രഹങ്ങൾ പ്രതികൂലമായതുകൊണ്ട് നമുക്ക് ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കും. പൊതുവെ ദോഷാധിക്യമെന്ന് പറയാൻ പറ്റില്ല. ഗുണദോഷ സമ്മിശ്രണത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള സമയം തന്നെയാണ്. അത് ശനിയും വ്യാഴവും സൂര്യനും പ്രതികൂലമാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. മിഥുനം രാശിക്കാർ തീർച്ചയായിട്ടും
പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ദാനധർമാദികൾ നടത്തി അല്പം ദോഷാധിക്യമുള്ളത് ഇവർക്ക് മറികടക്കാൻ പറ്റും. ഇനി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയായിട്ട് കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാൻ പറ്റില്ല. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ഇവർക്ക് 11ാം ഭാവത്തിൽ സൂര്യനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ സൂര്യൻ നിൽക്കുന്ന ശത്രുവിൻ്റെ സ്വക്ഷേത്രത്തിലും ബുധൻ മിത്രരാശിയിലുമൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും പൊതുവെ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമൊക്കെ ഉണ്ടാകുമെങ്കിലും ഇവർക്ക് അഷ്ടമ രാഹുവിൻ്റെ ദോഷം നിലനിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും സർപ്പക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടുകൾ നടത്തുക. വഴിപാട് നടത്തിയില്ലെങ്കിൽ നമ്മൾ ദർശനം നടത്തണമെന്ന് നിർബന്ധമാണ്. അത് അഷ്ടമ രാഹു ആയതുകൊണ്ടാണ്. പിന്നെ ഇവർക്ക് ചൊവ്വ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പോകണം. അതുപോലെ വ്യാഴം 12ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ തീർച്ചയായിട്ടും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് പിതൃഗുണം സന്താന നേട്ടമൊക്കെ ഉണ്ടാവുമെങ്കിലും ഈ ഗ്രഹങ്ങളുടെ ഈ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ ഉണ്ട്. അതൊക്കെ ഒരു പരിമിതികൾ അതിനൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഗുണഫലങ്ങൾക്ക്. എങ്കിലും പൊതുവെ ഇവരെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഏത് ദോഷാധിക്യവും നമുക്ക് മാറ്റിയെടുക്കാം. അതൊക്കെ ഗുണാധിക്യമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം അവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത്. ഇവർക്ക് അഷ്ടമ ശനിയാണ്. ചൊവ്വ 12ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. സർപ്പം 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇതൊക്കെ ദോഷമാണ്. തീർച്ചയായിട്ടും ശനിയാഴ്ച ഇവർ നിർബന്ധമായിട്ടും വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക. ശിവന്, അയ്യപ്പന്, ശനിക്ക് ഒക്കെ വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ 7ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വിവേകപൂർവ്വം കൈകാര്യം ചെയ്ത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പറ്റുമെങ്കിൽ വഴിപാടുകൾ നടത്തുക. പിന്നെ ചൊവ്വ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമാണ്, ഡയറക്റ്റായിട്ട് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 11ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. സർവ്വവിധ ദൈവാധീനമുള്ള സമയമാണ്. അപ്പോൾ എല്ലാം കൂടി ഏകദേശം 5 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഗുണാധിക്യം നേടിത്തരും. അപ്പോൾ കാര്യമായി പരിശ്രമിച്ചാൽ പണം ചിലവാക്കി നമ്മൾ ദേവസ്വം ബോർഡിന് കാശ് കൊടുത്തിട്ട് കാര്യമില്ല. മറിച്ച് എല്ലാ ദിവസവും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ അതിന് നേട്ടം തന്നെ ഉണ്ടാവും. വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. എങ്കിലും ശത്രുവിൻ്റെ സ്വക്ഷേത്രത്തിലായതുകൊണ്ട് അതിൻ്റെ ഫലം കുറഞ്ഞിരിക്കും. എങ്കിലും ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ വ്യാഴം നിൽക്കുന്നതിന് ഗുണം കിട്ടുക തന്നെ ചെയ്യും. ലൗകിക സുഖങ്ങൾ, ഭൗതിക സുഖങ്ങൾ ലഭ്യമാവും. അതുപോലെ ദൈവാധീനം പരമാവധി ഉണ്ടാവും. തീർച്ചയായിട്ടും ധനപരവും കൂടിയിരിക്കും. പിന്നെ കർമ്മഭാവത്തിൽ സൂര്യൻ ബുധനുമുണ്ട്. അപ്പോൾ അത് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാക്കും. എങ്കിലും കർമ്മഭാവത്തിൽ ഈ സൂര്യൻ ബുധനുമൊക്കെ വരുമ്പോൾ ഈ തൊഴിൽ രംഗങ്ങളിൽ വലിയ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പക്ഷേ അത് ഇവർക്ക് ഗുണകരമായി തന്നെ വരും. പിന്നെ പിതൃഗുണം
സന്താന നേട്ടം ഇവയൊക്കെ സാധ്യതയാണ്. പിന്നെ ശുക്രൻ അനുകൂലമാണ്, ഭാഗ്യസ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. എങ്കിലും ശത്രുവിൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്ന ശുക്രൻ അത്ര കൂടുതൽ നേട്ടം ഉണ്ടാക്കി തരില്ല. എങ്കിലും വലിയൊരളവ് വരെ ഇവർക്ക്, പ്രത്യേകിച്ച് ശുക്രനും വ്യാഴവും അനുകൂലമായതുകൊണ്ട്, അതായത് ശുക്രൻ ഭാഗ്യസ്ഥാനത്തും വ്യാഴം ലാഭസ്ഥാനത്തും നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങൾ ഊഷ്മളമാവും, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടാം, പുതിയ ബിസിനസ് സംബന്ധമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ സുഹൃത്തുക്കളെ കിട്ടാം. അത് ഭാവിയിൽ ഗുണം ചെയ്യും. കാരണം ശുക്രനും വ്യാഴവും സൂര്യനും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അത് പറയുന്നത്. തൊഴിൽ രംഗത്ത് ഇവർക്ക് നേട്ടമുണ്ടാവും. ഇത് ബന്ധങ്ങൾ വഴി പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, അതുവഴി നേട്ടങ്ങളുണ്ടാവും. അതുപോലെ ചന്ദ്രൻ അനുകൂലമാണ്. അപ്പോൾ ദേഹസുഖം, മനസ്സുഖം ഒക്കെ ഉണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പക്ഷേ ഇവർ തീർച്ചയായിട്ടും ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തണം. ഓക്കെ, ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രതികൂലാവസ്ഥ. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ശനിക്ക്, അയ്യപ്പന്, ശിവന് വഴിപാട് നടത്തുക. ഇത് കൂടാതെ ഇവർക്ക് ചന്ദ്രനും പ്രതികൂലമാണ്. അപ്പോൾ ഈ തിങ്കളാഴ്ച നമ്മൾ ശിവക്ഷേത്രത്തിൽ നിർബന്ധമായിട്ട് പോവുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാ ദിവസവും വഴിപാട് നടത്തിയില്ലെങ്കിലും ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക. പിന്നെ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് പ്രധാനമായിട്ടും ചൊവ്വയും രാഹുവാണ്. രാഹു 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം, പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം. ചൊവ്വ ഇവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നീചരാശിയിലാണെങ്കിലും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. ശുക്രൻ ഇവിടെ അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അഷ്ടമത്തിലാണെങ്കിലും അനുകൂലമാണ് ശുക്രൻ. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അപ്പോൾ പൊതുവെ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത്. ശനി 7ാം ഭാവത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അത് നമ്മൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്ത് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇനി തുലാം രാശി. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അടിപൊളി സമയമാണ്. ഇത് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിരുന്നു തുലാം രാശിക്ക് മാത്രമായിട്ട്. 4 ദിവസം അടിപൊളി ദിവസമെന്നും പറഞ്ഞു. ഇവർക്ക് ചന്ദ്രൻ നിൽക്കുന്നത് മിത്രരാശിയിൽ, ചിങ്ങം രാശിയിൽ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം. ബാക്കി ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് തന്നെ നിൽക്കുകയാണ്. സർപ്പം, ശിഖി, ശനി, ബുധൻ, വ്യാഴം, ചൊവ്വ ഇതെല്ലാം നിരത്തി പിടിച്ചവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഈ ദിവസങ്ങളിൽ 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതുമാത്രമല്ല ചന്ദ്രൻ കൂടുതൽ ശക്തി നേടി നിൽക്കുകയാണ് അനുകൂലമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നേട്ടങ്ങൾ ഘോഷയാത്രയായിട്ട് തന്നെ വരും. അതിനെപ്പറ്റി പ്രത്യേക ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അങ്ങ് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. എങ്കിലും പൊതുവെ പെട്ടെന്ന് പറയാവുന്നത് ഇതാണ്: നിങ്ങൾ ഏർപ്പെടുന്ന ഏത് രംഗത്തും വിജയസാധ്യത നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. കാരണം 9ാം ഭാവത്തിൽ വ്യാഴം ദൈവാധീനം തരുന്നു. ശനി 6ാം ഭാവത്തിൽ അതിശക്തമായിട്ട് അനുകൂലമായിട്ടുള്ള ഫലം തരും. അപ്പോൾ തീർച്ചയായും അതുപോലെ തന്നെ ശനി, വ്യാഴം, ചൊവ്വ ഈ 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ
തീർച്ചയായിട്ടും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തിലും ഒക്കെ ഇവർക്ക് ഉയർച്ചയുണ്ടാവും. ധനവരവ് നിരവധി രീതിയിൽ വരും. അതുപോലെ തന്നെ സർപ്പം, രാഹു അനുകൂലമാണ്. 11ാം ഭാവത്തിൽ ശിഖിയുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു അനുകൂലാവസ്ഥ കൊണ്ട് പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടങ്ങളുണ്ടാവും. എങ്കിലിവിടെ സൂര്യൻ നമ്മൾ അഷ്ടമത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അത് കൂടാതെ ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണ്, ശത്രുവിൻ്റെ സ്വക്ഷേത്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ നിസ്സാരമായിട്ട് അതൊക്കെ മറികടക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നോക്കുമ്പോൾ തുലാം രാശിക്കാണ് ഏറ്റവും ടോപ്പ് നിലയിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിരവധി കാര്യങ്ങളുണ്ട്. കൃഷി തുടങ്ങിയ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ നേട്ടമുണ്ടാവും. എങ്കിലിവിടെ ശുക്രൻ പ്രതികൂലമെന്ന് പറയാൻ പറ്റത്തില്ല, അനുകൂലമല്ലാതെ നിൽക്കുകയാണ്. എങ്കിലും വ്യാഴം കൊണ്ട് അതൊക്കെ ഇവർക്ക് പരിഹൃതമായിട്ട് മാറി വരും. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള അടിപൊളി ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. ഓക്കെ, ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇവർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും കാര്യമായിട്ടുള്ള ഗ്രഹങ്ങളൊന്നുമില്ല. ഏതാണ്ട് 7 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. പ്രത്യേകിച്ച് ശനി 5ാം ഭാവത്തിൽ വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. പക്ഷേ അതുപോലെ തന്നെ വലിയ ഗുണവും നമുക്ക് ചെയ്യത്തില്ല. എങ്കിലും അത് ദോഷങ്ങൾ കുറഞ്ഞിരിക്കും, അത്രയേ ഉള്ളൂ. അതായത് സാധാരണ ദിവസങ്ങളായിരിക്കും ഇവർക്ക് കാര്യമായ ഗുണമോ ദോഷമോ ഒന്നുമില്ലാത്ത ഒരു ദിവസങ്ങളായിട്ട് ഇത് അനുഭവപ്പെടും. വൃശ്ചികം രാശിക്ക് ഈ പറഞ്ഞതുപോലെ 7 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഫലങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ശനിയും ചൊവ്വയും ഇവിടെ പ്രതികൂലമാണ്. അഷ്ടമത്തിലാണ് ചൊവ്വ, കണ്ടക ശനിയുമാണ് 4ാം ഭാവത്തിൽ. അപ്പോൾ ശനിയാഴ്ച ഇവർ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്തുക. ശനിക്ക് ശിവന്, അയ്യപ്പന് ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും ദർശനം നടത്തുക. പറ്റുമെങ്കിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് വ്യാഴം, സൂര്യൻ, ബുധൻ, ശുക്രൻ, സർപ്പം, ശിഖി ഇതെല്ലാം അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമാണ്. ധനുരാശിക്ക് 7ാം ഭാവത്തിലാണ് വ്യാഴം. അപ്പോൾ ദാമ്പത്യ സുഖം ഉണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങൾ, അത് പ്രണയബന്ധമായാലും തൊഴിൽപരമായിട്ടുള്ള ബന്ധമായാലും ഒക്കെ അതിനൊക്കെ സാധ്യതയാണ്. കാരണം സൂര്യൻ, വ്യാഴം, ശുക്രൻ ഇവ അനുകൂലമായിട്ട് വരുമ്പോൾ നമുക്ക് തൊഴിൽ രംഗത്തേക്ക് ഈ ബന്ധങ്ങളുടെ ഊഷ്മളത അനുഭവപ്പെടും. പുതിയ ബിസിനസ് സുഹൃത്തുക്കളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും സൂര്യനും ബുധനും ഇവർക്ക് 6ാം ഭാവത്തിൽ രണ്ടും ഒരുമിച്ച് അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഈ ഇടവ മാസം. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ശുക്രനും വ്യാഴമൊക്കെ അനുകൂലമായതുകൊണ്ട് ഇവർക്ക്
ധനവരവ്, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. പിന്നെ സർപ്പം അനുകൂലമാണ് 3-ാം ഭാവത്തിൽ, ഭാഗ്യസ്ഥാനത്ത് കേതുവുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിൽ തന്നെയും ശനിയുടെയും ശുക്രൻ്റെയും അനുകൂല ഭാവം കൊണ്ട് അത് വളരെയധികം ഒഴിഞ്ഞു നിൽക്കും. എങ്കിലും ഇവിടെ വ്യാഴം 6-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. പിന്നെ ചൊവ്വ 7-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചന്ദ്രനും ശിഖിയും അഷ്ടമത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ വ്യാഴാഴ്ച ചൊവ്വാഴ്ച പ്രധാനമായിട്ട് ഇവർ ക്ഷേത്ര ദർശനം നടത്തണം. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുക ക്ഷേത്രത്തിൽ. പിന്നെ ദിവസ ഗുണവർദ്ധനവിന് വേണ്ടി ശനിയാഴ്ചയും വ്രതമെടുത്ത് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തിയാൽ ശനി കൊണ്ടുള്ള ഗുണങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശനി 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർ പരിശ്രമത്തിലൂടെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നേടിയെടുക്കാൻ പറ്റും. കൂടെ ശുക്രനുമുണ്ട്. അപ്പോൾ അത് ശനിയും ശുക്രനും സുഹൃത്തുക്കളാണ്, അറിയാമല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഇത് ഒരു അനുകൂലാവസ്ഥ കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ നിരവധിയാണ്. സർവകാര്യ വിജയം, സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പക്ഷേ അത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നത് വഴിയാണ് അത് പരമാവധി നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ഇനി കുംഭൻ രാശി. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമാണ്. അതിൽ തന്നെ വ്യാഴവും ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ദൈവാധീനമുണ്ട്. ഇവർക്ക് 5-ാം ഭാവത്തിലാണ് വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പ്രേമബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ ബന്ധങ്ങൾ ഇവർക്ക് ഊഷ്മളമാവും. കാര്യം ശുക്രനും വ്യാഴവും അനുകൂലമാണ്, ഒരുമിച്ച് അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ബന്ധങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും, ദാമ്പത്യ സുഖമുണ്ടാവും. പിന്നെ ചൊവ്വ വഴി നമുക്ക് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. പിന്നെ ശുക്രനും ബുധനും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ കലാ സാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ ഇവർക്ക് ധനവരവ് കൂടിയിരിക്കും. എങ്കിലും ശനിയും സർപ്പവും ഇവിടെ പ്രതികൂലമാണ്. 7 ശനിയാണ്. സർപ്പം ജന്മരാഹുവാണ്. അപ്പോൾ ശനിയാഴ്ചയും പിന്നെ എല്ലാ ദിവസവും ഇവർക്ക് സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ആയില്യം ദിവസം 100 പാൽ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ അയ്യപ്പന്, ശിവന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തിയതുകൊണ്ട് ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അതെന്തായാലും ഉറപ്പാണ്. പിന്നെ വഴിപാടുകൾ നടത്തുന്നത് നമ്മുടെ പോക്കറ്റിൽ പണം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇടവമാസം മുഴുവൻ ഉണ്ടാവും. ശുക്രൻ അനുകൂലമായിട്ട് നിൽക്കുന്നു.
ധനസ്ഥാനത്താണ്. അപ്പോൾ ധനവരവ് ഉണ്ടാവും. എങ്കിലും ശനിയും സർപ്പവും പ്രതികൂലമാണ്. ജന്മശനിയാണ്, 12ാം ഭാവത്തിലാണ് സർപ്പം. അപ്പോൾ ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച അയ്യപ്പന്, ശിവന്, അതുപോലെ തന്നെ ശനിക്ക് വഴിപാട് നടത്തുക. പിന്നെ എല്ലാ ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയില്ലെങ്കിലും ദർശനം നടത്തുക. അതുപോലെ മന്ത്രജപങ്ങൾ മുടക്കരുത്. അത് എപ്പോഴും ക്ഷേത്രം തുറന്നിരിക്കുന്ന മുഴുവൻ സമയവും മന്ത്രജപങ്ങൾ ഉരുവിട്ടുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാവും. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 2/6/2025 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 2, 6, 5, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 3/6/2025 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 3, 6, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 2, 3 തീയതികളിൽ, ജൂൺ 2, 3 തീയതികളിൽ രാവിലെ 4:30 AM മുതൽ രാവിലെ 5:18 AM വരെയാണ് 2-ാം തീയതി 3-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം 2-ാം തീയതി 3-ാം തീയതി ഉച്ചയ്ക്ക് 11:59 AM മുതൽ ഉച്ചയ്ക്ക് 12:50 PM വരെയാണ് 2, 3 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. രാഹുകാലം നോക്കാം. 2-ാം തീയതി രാവിലെ 7:41 മുതൽ 9:15 AM വരെയാണ് 2-ാം തീയതി രാഹുകാലം. 3-ാം തീയതി വൈകിട്ട് 3:34 PM മുതൽ വൈകിട്ട് 5:08 PM വരെ 3-ാം തീയതി രാഹുകാലമാണ്. രാഹുകാലത്തിൽ യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 2-ാം തീയതി തിങ്കളാഴ്ച നീല, 3-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാവുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.